Hi, this is Anusha Andrews and today we have with us Chokli. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? ലൈഫൊക്കെ ഗുഡ് ആയിരുന്നു. ഈ ഇന്റർവ്യൂവിന് നീ വിളിക്കുന്നവരെ കുഴപ്പമൊന്നുമില്ലാതെ എന്താണ് ഈ പേര് ചൊക്ലി എന്ന് പറയുന്ന ഒരു പേര് വെക്കാൻ കാര്യം? ഇപ്പൊ എല്ലാവരും ആ പേരാണല്ലോ വിളിക്കുന്നത്. ബൈ ദ വേ ആളുടെ ശരിക്കുള്ള പേര് അദ്വൈത്. അത് കോമഡിയാ. അത് ഇന്നലെ ഈ തിരുമാലി എന്ന് പറയുന്ന ആർട്ടിസ്റ്റില്ലേ, പുള്ളി എനിക്ക് ഭയങ്കര കാര്യമാണ്. പുള്ളിയുടെ യഥാർത്ഥ ഒരു വിഷ്ണു എന്നാ. സ്റ്റേജ് നെയിംസ് ഒക്കെ ഭയങ്കര കോമഡി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതേപോലെ, പുള്ളിയുടെ പേര് നൊട്ടോറിയസ് ജി എന്നാ. ഗാങ്സ്റ്റർ മൂഡായിരിക്കും ജി. പുള്ളിയുടെ പേര് ഗണേശൻ എന്ന റാപ്പറാ. ഐ തിങ്ക് സ്റ്റേജിനെയും നമ്മുടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം നമുക്കത് ഇഷ്ടമുള്ളൊരു മൂഡിലോട്ട് കൊണ്ടുപോകല്ലോ. ഞാൻ കുഞ്ഞിലെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരനെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ് ചൊക്ലി. എനിക്ക് ഇതേപോലൊരു ഫ്രീക്ക് പേരൊക്കെ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഗാങ്സ്റ്റർ റാപ്പർ എന്ത് പറഞ്ഞാലും ഞാനിപ്പോൾ പേരിടുക ഗാങ്സ്റ്റർ, ദി ഗാങ്സ്റ്റർ എന്നൊക്കെ പേരിട്ടിട്ട് കവലയിലൊക്കെ പോയിക്കുമ്പോൾ അതിൽ പോകുന്നവന്മാരിങ്ങനെ ചൊക്ലി. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും അവന്മാരതേ വിളിക്കത്തുള്ളൂ, അപ്പം അത് തന്നെ വിളിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ പേരിട്ടത്. 10 കൂടുതൽ അറിഞ്ഞില്ലേ? എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു പേരാണ് ശരിക്കും. അതങ്ങനെ വളരെ ഈ പറഞ്ഞ പോലെ ക്വർക്ക് ആയിട്ടുള്ള ഒരു പേരാണ്. അപ്പൊ ഈ ചൈൽഡ്ഹുഡ് മുതലേ ഈ പറയുന്ന ഒരു റാപ്പിനോട്, ഫ്രീ സ്റ്റൈലിനോട്, ഈ ഒരു ഹിപ്പ് ഹോപ്പ് കൾച്ചറിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ ചെറുപ്പം തൊട്ട്? അതെ, ഞാൻ ജനിച്ച് വീണപ്പോഴേ ഒരു വയസ്സായപ്പോ ഇല്ല. എനിക്കൊന്നൊരു ജോക്സ് അപ്പാർട്ട്, ഞാനൊരു +2 പഠിക്കുന്ന സമയത്ത് സംതിങ് ഇങ്ങനൊരു കൾച്ചറിനെ പറ്റി അറിയുന്നത്. ഞാൻ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ കൊല്ലം ജില്ലയിൽ ഒരു കോർണറിൽ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുലശേഖരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥലത്താണ് വളർന്നതും പഠിച്ചതൊക്കെ. 1-2 വർഷം ദുബൈയിലായിരുന്നു ചൈൽഡ്ഹുഡിൽ, വളരെ കുഞ്ഞിലെ. ജസ്റ്റിൽ ഞാൻ വളർന്നതൊക്കെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ എനിക്കൊരു എക്സ്പോജർ അങ്ങനെ ഹിപ്പ് ഹോപ്പിനോടോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യൻസിനോടോ അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടില്ല. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് മലയാളത്തിലുള്ളൊരു ഒരു ഷോയിലൂടെ, ടി വിയിൽ കാണിക്കുന്ന ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ഞാൻ റാപ്പ് ചെയ്യുന്ന ഫെജോ റാപ്പ് ചെയ്യുന്നത് കാണുന്നത്. അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു എക്സ്പോസർ ഇതിനോട് കിട്ടുന്നത്. ഇതിവിടെ ഉണ്ടായിരുന്നു. ജാസി ഗിഫ്റ്റൊക്കെ വന്നിട്ട് വച്ചോ പാടുന്ന സാധനമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഫെജോ വന്ന് കാണിച്ച് കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. ബിക്കോസ് ഒരു റീസൺ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ വളവളാന്ന് കാര്യം പറയുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് കാര്യം പറയുന്നതുകൊണ്ട് തന്നെ, നന്നായിട്ടാണോ എന്ന് അത് കേൾക്കുന്നവരെ തീരുമാനിക്കേണ്ട, ബട്ട് സ്റ്റിൽ ഞാൻ കാര്യം പറയുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം ഇതുകൊണ്ടെന്നൊരു ഇതില്ലായിരുന്നു. മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഈ മെറ്റീരിയൽ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയില്ലായിരുന്നു. അപ്പോഴാ ഫെജോ ഇങ്ങനെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അപ്പം വാക്ചാതുര്യം ഭയങ്കരമായിട്ട് വേണ്ടൊരു സാധനമാണല്ലോ റാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്ന് വെച്ച് നോക്കാം എന്ന് വെച്ച്. അത് വലിയ കഥയാണ്, അതൊക്കെ വലിയ കഥയാണ്. ഇതിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റ് മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് ആർട്ട് പരമായിട്ടുള്ള എന്താണെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ ചെറുപ്പം മുതലേ ഭയങ്കര ഓർഗാനിക് ആയിട്ട് അതിന്റെ ഒരു ടേസ്റ്റ് അവിടെ നിന്നൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്നാണോ ആ ഒരു ടേസ്റ്റ് കിട്ടിയത്? ആരാ വീട്ടിലെ ആർട്ടിസ്റ്റ്? അല്ലെങ്കിൽ അച്ഛനാണോ അമ്മയാണോ? ആരുടെ ഈ പാട്ട്? അല്ലെങ്കിൽ വീട്ടുകാർ ഏത് തരത്തിലാണ് ഇതിന് വളം വെച്ച് തന്നിട്ടുള്ളത്? വീട്ടുകാർ വളം വെച്ച് തന്നെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ പാട്ട് പാടും. എൻ്റെ അച്ഛൻ പാട്ട് പാടുമെന്ന് എനിക്ക് ഞാൻ +2 പഠിക്കുന്ന സമയം വരെ അറിയില്ല. അച്ഛൻ എന്നെ വരെ വീട്ടിൽ ഇരുന്നൊരു മൂളിപ്പാട്ട് പോലും പാടിയിട്ടില്ല. അമ്മ എഴുതും. അമ്മ MCOM പഠിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് എഴുതാം. MCOM പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് എഴുതുമായിരുന്നു. അപ്പോൾ അതിനമ്മ ഇതേപോലെ അവാർഡ് കാര്യങ്ങളൊക്കെ മേടിക്കുന്ന ഫോട്ടോസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു, പക്ഷെ പാടാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും സ്റ്റിൽ ഞാനൊരു സിംഗറല്ല, ഞാനൊരു വോക്കലിസ്റ്റ് അല്ല, ഞാൻ ഒരു റാപ്പറാണ്. മെയിനായിട്ട് ഞാൻ എഴുതുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ അച്ഛൻ പാടും എന്നുള്ള സാധനം അച്ഛനൊരു സമയം വരെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പുള്ളി നല്ല രീതിയിൽ കഷ്ടപ്പെട്ട മനുഷ്യനാണ്. എൻ്റെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ്. പുള്ളിയുടെ ഒരു നല്ല ജീവിതത്തിൻ്റെ ഭാഗവും പുള്ളി ലൈഫ് സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് തീർത്ത്. അമ്മ കുറേ പഠിച്ചു. ഇതിൻ്റെ ഇടയിൽ അവർക്ക് ആർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ടൈം കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ആർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള അച്ഛൻ്റെ ഗിൽട്ടായിരിക്കും ഒരു പക്ഷേ പുള്ളി ഇപ്പം എനിക്ക് വളം വെച്ച് തരുന്നത്. പുള്ളി വളം വെച്ച് തരാറുണ്ടോ നല്ല രീതിയിൽ? അല്ല, പുള്ളി റാപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തുടങ്ങിയ സമയത്ത് ഫ്രീ സ്റ്റൈലൊക്കെ തുടങ്ങിയ സമയത്ത് പുള്ളി ഇതേപോലെ ഞാൻ ഫ്രീ സ്റ്റൈലാണ് ചെയ്യുന്നത് കൂടുതൽ. പെട്ടെന്നൊരു 2-3 വാക്ക് പറഞ്ഞാൽ
അത് വെച്ചിട്ട് ഞാൻ ആളുകളുടെ അടുത്ത് ചെന്നിട്ട് ആ വാക്ക് വെച്ചിട്ട് റാപ്പ് ചെയ്യുന്ന പരിപാടി ചെയ്യുന്നത്. തുടങ്ങിയ സമയത്ത് ഒരു 3-4 വർഷം എടുത്ത് ഇത് എനിക്ക് നിലവിൽ പ്രാക്ടീസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. സോ അച്ഛൻ അമ്മ എല്ലാവരും വീട്ടിലുള്ളപ്പോഴായിരിക്കും ഞാൻ റൂമിൽ മ്യൂസിക് ഇട്ടിട്ട് അതിനനുസരിച്ച് ഞാനായിരുന്നു ചുമ്മാ കേൾക്കുന്നത്. പെട്ടെന്നൊരു ബീറ്റ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവും. അപ്പം ഞാൻ അതിൻ്റെ കൂടെ നിന്ന് പാടും യോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ബേസിക്കലി ഇതിനെപ്പറ്റി കോണ്ടാക്സ്റ്റ് ഇല്ലാത്ത ഒരാൾ കേൾക്കുമ്പോഴത്തേക്കും ചെറുക്കന് പ്രാന്തായെന്നേ പറയുള്ളൂ. കാരണം ഒരു റൂം കുറ്റിയിട്ട് റൂമിൻ്റെ അകത്ത് കയറിയിരുന്ന് വെറുതെ വായി തോന്നിയൊക്കെ വിളിച്ച് പറയുക. അച്ഛൻ വൈകുന്നേരമൊക്കെ 4 മണിക്കൊക്കെ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് എൻ്റെ ചായ കൊണ്ട് വാടി എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയായി. അങ്ങനെ വന്ന് അവസാനം ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നുള്ളൊരു സിറ്റുവേഷനായി. മെൻ്റൽ ഹോസ്പിറ്റൽ വട്ടായി എന്ന് തീരുമാനിച്ചു. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ അച്ഛൻ ഇതേപോലെ കളിയാക്കിയൊക്കെ റാപ്പ് ചെയ്യും. പിന്നെ അച്ഛൻ റാപ്പ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ കുറച്ചൊക്കെ പഠിച്ചു. എനിക്ക് വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് അധികം ആർക്കും അറിയാത്തൊരു കാര്യമാണ് ദാറ്റ് അദ്വൈത് ഇസ് വെരി യങ് ആക്ച്വലി. Very young. We've been friends for like 3 years. 10th ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കത്തേ ഉള്ളൂ. We've been friends for like 3 years and ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. But he's very young, younger than me. അപ്പോൾ ഒരു 2020 തൊട്ടേ അദ്വൈതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് നോക്കിയാൽ അനുഷയ്ക്ക് നല്ല പ്രായമുണ്ട്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. അനുഷ എൻ്റെ അമ്മയൊക്കെ ഒരു ബാച്ചിൽ പഠിച്ചതാ. അമ്മ അന്വേഷിക്കാൻ പറഞ്ഞു കേട്ടോ. 2020 തൊട്ട് ഉള്ള പാട്ടുകൾ സ്വന്തമായിട്ട് റാപ്പ് ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള റാപ്പുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കുമല്ലോ. ഞാൻ ആദ്യമായിട്ട് അത് എക്സ്പ്ലോർ പക്ഷെ ഞങ്ങൾക്ക് ഒരു ആദ്യം എഴുതിയേക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ ആദ്യം റാപ്പ് എഴുതുന്ന ഇൻസിഡന്റ് ഭയങ്കര കോമഡിയാ. ഞാൻ പറഞ്ഞില്ല ഞാൻ ഇച്ചിരി ഉള്ളിലോട്ടുള്ള സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ ആ സമയത്ത് എനിക്ക് ഒരു ജീൻസേ ഉള്ളൂ. എന്താ പറയാ, പെയർ ഓഫ് ജീൻസ് എന്നാണോ പറയാ, ഒരു ജീൻസ് എന്നാണോ പറയാ, ഒരു പാൻറ്റേ ഉള്ളു. ഒരു പാൻറ്റേ ഉള്ളു. അപ്പം ഒരു പാൻറ്റിന് അലവൻസ് കിട്ടുമ്പോൾ നമ്മൾ പോയിട്ട് എടുക്കുന്നത് അവിടുത്തെ ഏറ്റവും ചെത്ത് പാൻറ്റായിരിക്കുമല്ലോ. ഞാൻ മൊത്തം ചെത്തി കീറിയ പാൻറ്റായിരുന്നു എടുത്തത്. എന്നുവെച്ചാൽ മറ്റേ ഈ സ്ക്രാച്ച് പാൻറ്റ് ട്രെൻഡിങ്ങിൽ ഓടുന്ന ടൈം. ഇവിടെ ഒരു വെട്ട്, മൊത്തം വെട്ട്. അപ്പോൾ നമുക്ക് സ്കൂളിൽ +1 തുടങ്ങിയ ടൈമിൽ സ്കൂളിൽ നമുക്ക് യൂണിഫോം ആയിട്ടുള്ള കളർ ഡ്രസ്സാണ് എല്ലാവരും ഇട്ടുകൊണ്ട് വരുന്നത്. ഞാൻ ഈ പാൻറ്റ് ഇട്ടുകൊണ്ട് പോയി. അപ്പോൾ എനിക്ക് ബേസിക്കലി അലിഗേഷൻസ് കിട്ടി. ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറയാൻ തുടങ്ങി അധ്യാപകർ. ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ? +1. അപ്പം ഇൻഫാക്ട് അവരാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം അവരാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. വീട്ടിൽ പോയി കാര്യം ചോദിച്ച അമ്മ പറഞ്ഞു ഇന്ന പോലാണ് കാര്യം പറഞ്ഞു ഓക്കെ. പിന്നെ ഞാൻ 2 ദിവസം പോയില്ല. 3-ാമത്തെ ദിവസം എന്തോ ഒരു സാധനം എന്തോ ശരിയാക്കാനുള്ള എന്തോ ഒരു ആവശ്യത്തിന്, എന്തോ ഒരു പേപ്പർ വർക്ക് കാര്യങ്ങളെന്തോ ശരിയാക്കാനുള്ള ആവശ്യത്തിന് ഞാനും അമ്മയും കൂടെ സ്കൂളിൽ പോയി. അപ്പം ഞാൻ ഇതേ പാൻറ്റ് തന്നെ ഇട്ടുകൊണ്ട് പോയത്. ഓഫീസ് റൂമിൽ കയറി ചെന്ന് അവരോരോന്നൊക്കെ പറയാൻ തുടങ്ങി. പ്രശ്നമായി, അലമ്പായി, വഴക്കായി, ബഹളമായി. അമ്മ എന്നെ ഒന്ന് പറഞ്ഞ് അരച്ചിലായി. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യമായി. ഞാൻ പിന്നെ വീട്ടിൽ പോയി. അടുത്ത ആഴ്ച യൂണിഫോം വന്നു. യൂണിഫോം ഇട്ട് നേരെ സ്കൂളിൽ ചെന്ന് ഞാൻ പേപ്പർ എടുത്ത് എഴുതി. അപ്പം മറ്റേ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഫെജോയുടെ സാധനം, അതിങ്ങനെ ബ്രെയിനിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനും എഴുതും, എനിക്കും പ്രൊട്ടസ്റ്റ് ചെയ്യണം. പാൻറ്റിൽ പാടില്ല സ്ക്രാച്ച്, ഈ നയത്തോട് ഞങ്ങൾക്ക് ഔട്ട് മാച്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഈ സാധനം 4 മടക്കി ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ ബുക്കിൻ്റെ ഇടയിലോട്ട് ഇട്ടു. പുള്ളിക്കാരി നേരെ പോയി സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്വൈതേ കവിത സൂപ്പർ. അപ്പം ഞാൻ ഇവർക്കും അല്ല പ്രശ്നമുണ്ടോ, ഇതേ സാധനം തന്നെയല്ലേ ഞാൻ ഇന്നലെ ഇവരുടെ അടുത്ത് പറഞ്ഞേ. അപ്പം ഇവർക്ക് മനസ്സിലായില്ലേ, മര്യാദയ്ക്ക് മനസ്സിലായില്ല. ഞാനിത് എഴുതി കൊടുത്തപ്പോൾ കവിത സൂപ്പർ, മക്കൾ ഇനിയും കവിത എഴുതണമെന്നൊക്കെ. ഞാനെന്ത് പറയാനാ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ദിസ് ഇസ് ഗുഡ്. അവരിതിനെ തെറി വിളിക്കണമെങ്കിലും പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി. അതെ അത് എഴുതി കൊടുത്താൽ എന്ന് മനസ്സിലായി. അങ്ങനെയാണ് റാപ്പ് എഴുതി തുടങ്ങുന്നത്. പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊരു ഒറ്റപ്പുറം എന്ന് പറഞ്ഞൊരു ട്രാക്ക് എഴുതി. ഒരൊറ്റ ഒരൊറ്റ മനുഷ്യനില്ല, ഒരിറ്റ പ്രാണനില്ല, അത് കോമഡിയാണ്. ഞാനത് ഫസ്റ്റ് ഒരൊറ്റ മനുഷ്യനില്ല, ഒരിറ്റ പ്രാണനില്ല, ഒറ്റപ്പെട്ട് നീറി ഒഴുകി ഒലിച്ച് ജീവിതം, ഒതുങ്ങി ഉള്ളിലാകെ ഓശോയുടെ തത്വങ്ങൾ, ഒലിപ്പിച്ച് തീർന്നെന്റെ പ്രാണന്റെ പകുതിയും,
ഔദാര്യം വേണ്ട എനിക്ക്, ഓമനിക്കാൻ അമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഫുൾ എഴുതി ഞാൻ അവിടെ നാട്ടിലൊരു സ്റ്റുഡിയോയിൽ പോയി പാടി. അപ്പോൾ അവിടുത്തെ ചേട്ടൻ ഇതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പാടെന്ന് പറഞ്ഞു. ഞാൻ സാധനം നേരെ പേപ്പർ എടുത്ത് വെച്ച് പാടാൻ തുടങ്ങി. പാടി വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തെക്കോട്ട് പോകും, ഞാൻ പാടുന്നത് വടക്കോട്ട് പോകും. കാരണം എന്താ, പാട്ട് പഠിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ആദ്യത്തെ ദിവസം അവർ പഠിപ്പിച്ചില്ല. ആദ്യത്തെ ദിവസം ചെന്ന് 3ാം ക്ലാസ്സിൽ വീണ്ടും ഫ്ലാഷ് ബാക്ക് 3ാം ക്ലാസ്സിൽ ചെന്ന് അവിടെ ചെന്നിട്ട് പാട്ട് പഠിക്കാൻ നിന്ന്. ആദ്യത്തെ ദിവസം ടീച്ചർ ഇതേപോലെ കണ്ടിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് നമുക്ക് ഇതേപോലെ മറ്റേ സാധനം ഉണ്ടല്ലോ ഗമനം സാഗം എന്ത് സരിഗമ പതിനീസ സനിധപ മകരീസ മുകളിലോട്ട് താഴോട്ട് ആ സാധനം അത് പാടിപ്പിച്ച്. ഞാൻ മുകളിലോട്ട് പോയതും താഴോട്ട് വന്നതും എനിക്കും മനസ്സിലായില്ല, അവർക്കും മനസ്സിലായില്ല. 2ാമത്തെ ദിവസം അവർ പറഞ്ഞു പോലെ നീ മുകളിലോട്ട് പോയില്ലെങ്കിലും താഴോട്ട് വന്നില്ല, നീ വീട്ടിൽ പൊക്കുമെന്ന് പറഞ്ഞു. 2ാമത്തെ ആഴ്ച വന്നപ്പോൾ അവരവിടെ ഒളിച്ചിരുന്നിട്ട് വേറെ ആളെ വിട്ടൊക്കെ പറയിപ്പിച്ച് ടീച്ചർ ഇവിടെ ഇല്ല. ടീച്ചർ സ്വയം ഇറങ്ങി എന്നിട്ടൊക്കെ പറയും ടീച്ചർ ഇവിടെ ഇല്ല, പൊക്കോന്ന് പറഞ്ഞു. ആ സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പം എനിക്ക് ഹർട്ടായില്ല, കാരണം എനിക്കും ആ സമയത്ത് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അപ്പം പാട്ട് പാടാൻ പണ്ട് തൊട്ടേ അറിയത്തില്ല. ഒറ്റപ്പുറത്തിന്റെ അകത്ത് ഇത് പാടാൻ ചെന്നപ്പോഴത്തേക്കും ഇത് പരുന്നില്ല. ഇതൊക്കെ ഒരു മൈൽ സ്റ്റോൺസ് ആണല്ലോ. അതെ മൈൽ സ്റ്റോൺസ് ആണ്. ഇന്ന് ഐ ആം സോ ഹാപ്പി. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എക്സ്പോസർ ഉണ്ട്, ആളുകൾ വിളിക്കുന്നുണ്ട്. 1-2 സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള സിനിമകളുടെയൊക്കെ ബാക്കിൽ വർക്ക് ചെയ്യാൻ പറ്റി. സോ ഇപ്പം ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു അന്ന് അവര് ആ പാൻറ് ഇട്ടപ്പോഴത്തേക്ക് എന്തേലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടായിരുന്നെങ്കിൽ അതെ അതൊക്കെ ഓരോ തലവരെയാണ്. അവരാ വഴിക്ക് പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ അത് അങ്ങനെ വരില്ലായിരുന്നു. ഈ ഫെജോയുടെ ഇൻഫ്ലുവൻസിനെ പറ്റി പറഞ്ഞു. വേറെ ഏതൊക്കെ തിരുമാലി മലയാളം ഹിപ്പ് ഹോപ്പ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജേണറാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ മലയാളത്തിൽ അങ്ങോട്ട് എഴുതാൻ പറ്റില്ല. ബിക്കോസ് വേർഡ്സ് നമ്മൾ കൊണ്ടുവന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ, അതേപോലെ നമുക്ക് സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമ്മൾ ടൈം സിഗ്നേച്ചേഴ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇംഗ്ലീഷിൽ നമുക്ക് കുറച്ചുകൂടി ഈസിലി റൈം ചെയ്യാൻ പറ്റും വേർഡ്സ്. മലയാളത്തിൽ അങ്ങനെ എളുപ്പം റൈം ചെയ്യാൻ പറ്റില്ല. സോ ഇംഗ്ലീഷ് റാപ്പ് കേട്ടിട്ട് മലയാളത്തിൽ എഴുതുന്ന എത്രത്തോളം പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. സോ ഞാൻ മലയാളത്തിൽ എഴുതുന്ന ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം മലയാളത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും സാധനങ്ങൾ കേൾക്കും. ഇവരുടേതായിരുന്നു ഫസ്റ്റ് മെയിൻ സ്ട്രീമിലുണ്ടായിരുന്ന സോങ്ങുകൾ, ഇവരുടെ കേട്ടാണ് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ആയത്. പിന്നെ എമിനം ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴില്ല, പണ്ട് പുള്ളിയുടെ സ്റ്റാൻ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അതിൻ്റെ അകത്ത് പുള്ളിയുടെ ഒരു ഫാൻ ബോയെ പറ്റുന്ന പറയുന്ന ആ പാട്ടിൽ എമിനം ഇതേപോലെ എമിനത്തിൻ്റെ ഒരു ഫാൻ ബോയ് ഹാർഡ് കോറായിട്ട് പുള്ളിയെ ആരാധിച്ച് അയാൾ ഓരോന്ന് കാണിക്കുന്നതൊക്കെ ആ പാട്ടിൽ പറഞ്ഞു. നല്ല രസമാണ്, പാട്ട് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. അതൊക്കെ കേട്ടിട്ടും ഒരു സ്റ്റോറി ടെല്ലിങ് മൂഡിലേക്ക് ഞാൻ വരുന്നത് എമിനം വഴിയാണ്. സോ ഇൻഫ്ലുവൻസസ് ഒരുപാടുണ്ട്. നമ്മൾ ആർട്ട് എപ്പോഴും ഇൻസ്പിറേഷൻ ആണല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് കുത്തിയിരുന്നിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ആർട്ടൊരു കളക്റ്റീവ് സാധനമാണ്. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കിന്നൊരു പാർട്ടി ചെയ്യാൻ പറ്റത്തില്ല. അനുഷ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇൻ്റർവ്യൂ പോസിബിൾ ആവത്തില്ല. ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് വിളിച്ച സിനിമ നടക്കത്തില്ല. ഇൻഫാക്ട് വിൻസെൻ്റ് വാൻ ഗോഗിന് പോലും ഒറ്റയ്ക്കൊരു പടം വരയ്ക്കാൻ പറ്റിയിട്ടില്ല. പുള്ളിക്ക് ഡിപ്രഷൻ വേണ്ടി വന്നു. സോ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കോൺട്രിബ്യൂഷൻസ് വരുമ്പോഴാണ് ആർട്ട് ബ്യൂട്ടിഫുൾ ആവുന്നത്. കോൺട്രിബ്യൂഷൻസ് വരണം. ഇപ്പൊ ഈ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറഞ്ഞപ്പോൾ മലയാളം ആർട്ടിസ്റ്റുകളാണ് കൂടുതൽ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഫാൻ ബോയ് മൊമെന്റ് ഉണ്ടായോ? അതായത് ഒത്തിരി നാള് ഇന്ന ആളുടെ വർക്ക് ഞാൻ ഫോളോ ചെയ്തു, ആ ആളെ എനിക്കിപ്പോൾ കാണാൻ പറ്റി. ഇന്നലെ ഞാൻ തിരുമാലിയെ കണ്ട് ഞങ്ങളൊരു സോങ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് തലയിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സൗണ്ടാണ് പുള്ളിയുടേത്. അപ്പോൾ ഇപ്പം പുള്ളി ഇന്നലെ ഞാൻ വീട്ടിൽ പോയി സംസാരിച്ചു, ഒരു സോങ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആള് 1-2 സോങ് എനിക്ക് പാടി കേൾപ്പിച്ചു. ഞാൻ ഇങ്ങനെ പുള്ളിക്ക് ഞാൻ അങ്ങോട്ട് പാടി കേൾപ്പിച്ചു, ഞങ്ങൾ സംസാരിച്ചു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വാസ് വെരി ഹാപ്പി. കാരണം പല ആർട്ടിസ്റ്റുകളെയും കാണുമ്പോഴാണെങ്കിൽ പോലും, പല ആർട്ടിസ്റ്റുകളായിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും, ആട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോ സോങ് ചെയ്ത സമയത്ത് ഞാനിതേപോലൊരു ചാനലിന് ഇതേപോലെ ഒരു ചെറിയ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വിനയ് ഫോട്ടോ വന്നിട്ട് വിളിക്കുക എന്നെ.
ഞാൻ ഫ്രീ സ്റ്റൈലിൽ നിന്ന് കേട്ടിട്ട് ആ ചൊക്ലി പൊളിച്ച് പന്നി പൊളി എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിക്കുന്നത്. ആ സമയത്ത് ആട്ട സിനിമ അവിടെ IFFK സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുക, ടോപ്പ് ഗ്രോസിങ്, ഏറ്റവും കൂടുതൽ ആളുകൾ കേടുന്ന പടം. അപ്പം ഞാൻ ഈ പടത്തിൻ്റെ ഒരു ഭാഗമല്ല. ആ സമയത്ത് സിനിമ റിലീസായി, സിനിമ IFFK റിലീസായി, OTTക്ക് വെച്ചിരിക്കുക, ഐ മീൻ തിയേറ്റർ റിലീസിന് പടം വെച്ചിരിക്കുക. ആ ടൈമിലാണ് വരുന്നത്. ഈ പാട്ട് ഈ സിനിമയുടെ യാതൊരു വിധത്തിലും ഭാഗമായിട്ടുള്ള സാധനമല്ലായിരുന്നു. ഇങ്ങനൊരു സാധനത്തിനെ പറ്റി ഇവർ ആലോചിച്ചിട്ടുമില്ല. ഞാൻ പാടുന്ന കേട്ടപ്പോഴത്തേക്കും ഇവർ വന്ന് വിളിച്ചിട്ട് വിനയ് ഫോട്ടോ വിളിച്ചു, വിനയ് ചേട്ടൻ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കൊരു സാധനം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പാടിക്കുക. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം ഒരു നല്ല പ്രായം തൊട്ട് ഞാൻ സ്ക്രീനിൽ കാണുന്നൊരു മനുഷ്യൻ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് എൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. ആ ടൈമിലാണെങ്കിൽ ഐ വാസ് വെരി ഹാപ്പി. പിന്നീട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പം ഇന്നത്തെ കാലത്ത് എനിക്കും എൻ്റെ ജനറേഷനിൽപ്പെട്ട ആളുകൾക്കും കുറച്ചുകൂടി ആക്സസ് ഉണ്ട് ഇൻഫോർമേഷനിലേക്ക്, ഇൻഡസ്ട്രിയിലേക്ക്. കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പഴയതുപോലെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു സിനിമ നടനുമായിട്ടോ സിനിമയിൽ ബന്ധമുള്ള ആൾക്കുമായിട്ടോ ബന്ധം ഉണ്ടെങ്കിലേ കയറി വരാൻ പറ്റുള്ളൂ, അല്ലെ നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും. ഇപ്പം അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും അവിടെ ഉണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി, സാധനം കിട്ടും. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. സോഷ്യൽ മീഡിയക്ക് ഭയങ്കര താങ്ക്ഫുൾ ആണ്. അതെ അതെ, 100%. ഇപ്പൊ ഒരു ട്രാക്ക് ഒക്കെ എഴുതുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് ഇതിനൊക്കെ ഒരു സ്പാർക്ക് വേണമല്ലോ, ഒരു കാര്യം. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് അദ്വൈത് ഒത്തിരി സോഷ്യൽ ഇഷ്യൂസിലും ഇടപെടുന്ന ആളാണ്. റാപ്പ് അതും അതിലേക്ക് ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ്? ലിറിക്ക് എഴുതിയിട്ടാണോ, അത് ഫ്രീ സ്റ്റൈൽ ചെയ്യുവാണോ, അല്ലെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതിയിട്ട്? ബേസിക്കലി എല്ലാ മനുഷ്യർക്കും ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. എനിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്, അനിഷിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്, ഇപ്പം ഈ വീഡിയോ കാണുന്ന ഓരോ ആളെയൊക്കെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഈ ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമ്മൾ തീരുമാനിക്കും നമ്മൾ എങ്ങനെ കളയണമെന്ന്. ചില ആളുകൾ ഭയങ്കര മോട്ടോ എന്തൂസിയാസ്റ്റുകളായിരിക്കും. ആ ഒരു വണ്ടിയൊക്കെ എടുത്ത് അവരുടെ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്ത് അവർ കംപ്ലീറ്റ്ലി മെൻ്റലി അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അവർക്ക് അത്രയും പ്രിയപ്പെട്ടായിരിക്കും ആ വണ്ടി. ചില ആളുകൾ ഈ പറയുന്ന പോലെ സ്പോർട്സ് ചെയ്യുന്നവരായിരിക്കും, ഓട്ടം ചാട്ടം, അവർ അതിനെപ്പറ്റി മാത്രം ഒബ്സസ്ഡ് ആയിരിക്കും. അവരുടെ ഫ്രസ്ട്രേഷൻസ് അവിടെ തീർക്കും. ചില ആളുകൾ വഴക്കിടും, ബഹളം വയ്ക്കും. ചില ആളുകൾ ഇതെല്ലാം ചെയ്യും. ചില ആളുകൾ ആർട്ട് ചെയ്യും. ആർട്ട് ബേസിക്കലി ഒരു ഡിസ്ട്രാക്ഷനാണ്. നമുക്ക് എപ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നോ അത് നമ്മൾ ആ ക്യാൻവാസിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന സ്ഥലമാണ് അയാളുടെ ആർട്ട്. ഞാൻ പൊളിറ്റിക്കലി എഴുതിയിട്ടുള്ള സാധനങ്ങളെല്ലാം എൻ്റെ ഫ്രസ്ട്രേഷൻസ് ആയിരുന്നു. ഞാൻ കുമ്പളങ്ങ എന്ന് പറഞ്ഞൊരു സോങ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ സോങ് 2 മിനിറ്റ് സോങ്. അത് ഞാനൊരു MP3 ഫയൽ വെച്ചാണ് മിക്സ് ചെയ്തത്. സാധാരണ MP3 ഫയൽ വെച്ചല്ല നമ്മൾ മിക്സ് ചെയ്യുന്നത്, കുറച്ചുകൂടി നല്ല ഫയൽ വെച്ചാൽ ഒരു 80 MB ഫയൽ വെച്ചാണ് മിക്സ് ചെയ്യേണ്ടതെങ്കിൽ ഒരു 5 MB ഫയൽ വെച്ചാണ് ഞാൻ ആ സോങ് മിക്സ് ചെയ്തത്. അത്രയും ലോ ക്വാളിറ്റിയിൽ ചെയ്ത സാധനം. പക്ഷെ ത്രൂ ഔട്ട് ദ സോങ് ഞാൻ കുറേ കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ആ പാട്ടിൽ. ആ പാട്ടിൻ്റെ ഓരോ വരിയിലും ഓരോ വിഷയങ്ങളെ പരാമർശിക്കുന്നുണ്ട്. എത്ര കോടി വാരി വെച്ച് കുമ്പളങ്ങ കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള പൈസ ചിലവാക്കുന്ന സർക്കാർ, ഈ പറയുന്നത് പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത്, നമ്മുടെ നാട്ടിൽ NIA ആക്ട് വന്നത്, ഫുൾ സംഭവങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതോ യെസ്. എത്ര കോടി വാരി വെച്ച് കുമ്പളങ്ങ കെട്ടി കൊത്തിവെച്ച കല്ല് നിന്റെ അമ്പലങ്ങൾ പൊക്കി GDP നേരെ താഴെ കുമ്പിളപ്പ കട്ടി പൊക്കി വെച്ച കല്ല് കൊച്ചി മേഘപാളി തട്ടി പഠിക്കുവാനോ മോഹമുണ്ട് നീ വെറും പട്ടി അത്ലറ്റ് ആകുമെന്ന മോഹമൊക്കെ ചീനച്ചട്ടി എങ്കിലും നിന്റെയൊക്കെ പ്രശ്നം കാവിച്ചിട്ടി നെറ്റിയാകെ വാരി വെച്ച് അങ്ങനെ പോകുന്നൊരു സാധനം. എനിവേ ആ സോങ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു ദിവസം രാത്രി ഇങ്ങനെ കിടക്കുക. ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അവിടെ ഞാനിങ്ങനെ കിടന്നിട്ട് ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞ് എൻ്റെ ബ്രേക്ക് കഴിഞ്ഞ് തേർഡ് ഇയറിലോട്ടോ വല്ലോ പോകാനായിട്ട് നിൽക്കുക. രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്ക് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. താങ്ക് യു. ഈ ജ്യൂസ് കുടിച്ചിട്ട് നാക്കും തിരിയുന്നില്ല എന്തുവാണല്ലോ ആ സാധനം. അപ്പം ഈ അത് കാരണം ഞാനിങ്ങനെ മാനത്തോട്ട് നോക്കി കിടന്നപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുക, ഇപ്പോൾ 1 വർഷത്തിൽ കോഴ്സ് കഴിയും, 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? ആ സമയം മറ്റേ ഹൃദയത്തിലെ പാട്ടൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുക, ഇത് ഇനി തിരിച്ച് കൊളുത്തി വിളിക്കുമോ കോളേജ്, ഇനി ജോലി എന്തെങ്കിലും കിട്ടുമോ? അപ്പോൾ റിയാലിറ്റി ചെക്ക് വരുന്ന ടൈമാണ്. നമ്മൾ ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിയുമ്പോഴാണ് നമ്മുടെ ഞാൻ ജേർണലിസമാണ് പഠിച്ചത്. ബേസിക്കലി ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ.
അപ്പം നമ്മൾ ആ ഒരു ടൈം എത്തുമ്പോഴേ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നവർക്ക് എത്ര സാലറി കിട്ടുന്നുണ്ട്, എത്ര നാൾ വർക്ക് ചെയ്യേണ്ടി വരും, എവിടെയൊക്കെ പോയി ജോലി ചെയ്യേണ്ടി വരും, എന്തായിരിക്കും മെത്തേഡ്സ്, എത്ര അവർ വർക്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെ മനസ്സിലാവുന്നത്. നമ്മൾ ഈ മൊത്തത്തിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ആളുകൾ പഠിപ്പിച്ച് തന്ന് ഫീഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ ആനയാവും, ചേനയാവും, നിങ്ങൾക്ക് ഒരു മാസം 5 ലക്ഷം രൂപ സാലറി കിട്ടും, നിങ്ങൾ ഒന്നും നോക്കേണ്ടി വരത്തില്ല, നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരത്തില്ല, വെറുതെ ഇരുന്നാൽ മതി. ഇതെല്ലാം പൊളിയുന്നൊരു മൊമെൻറ്റ് എന്തായാലും ഒരു ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥിക്കുണ്ടാവും. ആ മൊമെൻറ്റിലെത്തി ഞാനിങ്ങനെ മൊത്തത്തിൽ തകർന്ന് നടന്നപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. കറൻ്റ്ലി ജോലിയുടെ കാര്യം ചിന്തിച്ച്, പിന്നെ ഒരു 5 വർഷത്തിൽ എൻ്റെ നാടിൻ്റെ അവസ്ഥ എന്താവും ചിന്തിച്ച്. എൻ്റെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ ഞാൻ ഒരു ടൈം ലൈൻ പറയുക, പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ഒരു 10 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ കടലിൽ പോകാൻ വേണ്ടിയിട്ട് ബോട്ടിൽ അടിച്ചുകൊണ്ടിരുന്നത് 75,000 രൂപ ഡീസലാണ് 5 ദിവസത്തേക്ക് പോകാൻ വേണ്ടി. ഇന്നത് 2.25 ലക്ഷം രൂപയായി. ഡീസലിന് വില കൂടി, മനസ്സിലായോ? അപ്പം 2000 ലിറ്റർ ഡീസലിനടുത്ത് അടിക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ അതിശയോക്തിയായിട്ട് തോന്നും, പക്ഷെ വരുമാനം കൂടുന്നില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്നത് പോലെ അത്രയും സാധനം നമ്മൾ അവിടെ നിന്ന് പിടിച്ചോണ്ട് വരണം, മനസ്സിലായോ? അപ്പോൾ ഈ 50 രൂപ കിടന്ന ഡീസൽ 100 രൂപ ആകുമ്പോൾ ഇരട്ടിയായില്ലേ? 75,000 രൂപയ്ക്ക് അടിച്ചുകൊണ്ടിരുന്ന ആൾ ഒന്നുമില്ലെങ്കിലും 1,50,000 രൂപയ്ക്ക് അടിക്കണ്ടേ, 1.5 ലക്ഷം രൂപയ്ക്ക് അടിക്കണ്ടേ? അതിൻ്റെ കൂടെ ടാക്സും കാര്യങ്ങളൊക്കെ കൂടി. അപ്പോൾ നമ്മൾ അടയ്ക്കുന്ന ടാക്സിൻ്റെ ലെവലും കൂടി. അപ്പം മൊത്തത്തിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതാലോചിച്ച്, പുള്ളി ഭയങ്കര ചുള്ളനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അച്ഛൻ. പുള്ളി ടെൻഷൻ അടിച്ച് പുള്ളിയുടെ മുടിയൊക്കെ പൊഴിഞ്ഞ് പുള്ളി ഒരു പരുവായി. ഇതെല്ലാം ഇരുന്ന് ആലോചിച്ച് എൻ്റെ ഫ്രസ്ട്രേഷനാണ് ഞാൻ കുമ്പളങ്ങയിൽ എഴുതിയത്. ഞാൻ ആർട്ടിൽ പറഞ്ഞു വെക്കുന്നത്, ആർട്ടിൽ നിങ്ങൾക്ക് പൊളിറ്റിക്സ് കേട്ടണോ വേണ്ടേ, അത് ഭയങ്കര സബ്ജക്റ്റീവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊളിറ്റിക്സ് പറയാം, നിങ്ങൾക്ക് ആർട്ടിൽ വേണമെങ്കിൽ പൊളിറ്റിക്സ് പറയാതിരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം. നിങ്ങൾ അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ ഞാൻ ആരുമല്ല. കാരണം എൻ്റെ അടുത്ത് ഒരാളങ്ങനെ പറഞ്ഞാൽ ഞാനത് ചെയ്യില്ല. എല്ലാ ആർട്ടിസ്റ്റിനും അവരുടേതായ ഇൻഡിപെൻഡൻറ്റ് ഫ്രീഡം ഉണ്ട്. അതേപോലെ എൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഫ്രീഡം ആയിരുന്നു അത്. എൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരുന്നു അത്. ഞാനത് അവിടെ തീർത്തു. സോ ഐ തിങ്ക് ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻസ് തീർക്കുന്ന ആർട്ടിലാണ്. ആൻഡ് അതെ, പീപ്പിൾ ലവ് ടു സീ ദാറ്റ്. അത് ആളുകൾക്ക് കാണാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് ഒത്തിരി ട്രാക്ക് ഇതുപോലെ എഴുതി, എത്ര ഇൻഡിപെൻഡന്റ് വർക്ക് ചെയ്തു, ട്രാക്കുകൾ എഴുതി? അതിപ്പോൾ നമ്മളെ എണ്ണി വെക്കാറില്ല. അല്ല, ഇത് ഒരു സാധനം എന്താണെന്നറിയോ, എല്ലാ ആർട്ടിസ്റ്റുകളും ഒരു 30 സോങ് എഴുതുമ്പോഴായിരിക്കും 2 സോങ് റിലീസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു 10-12 സോങ് ഇരിപ്പുണ്ട്. അത് ചെയ്ത ഓരോ ടൈമിലായിട്ട് ചെയ്തത്. ഞാൻ 17 വയസ്സിൽ എഴുതി വെച്ചൊരു സോങ് ഉണ്ട്, അതിൻ്റെ വർക്ക് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും വർഷമായിട്ട് ഞാൻ 3-4 വർഷമായിട്ട് പ്രായം 3 വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുക. അപ്പൊ ആ ടൈമിൽ ഇതൊരു മെലോഡിക് പ്ലസ് റാപ്പ് സാധനമാണ്. ആ ടൈമിൽ എനിക്ക് മെലഡി ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, റാപ്പ് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പം കുറച്ച് വർഷം കഴിഞ്ഞ് ബ്ലസ്ലി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മെലഡി പാടാം, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, മെലഡി പാടാം. അപ്പം അതിൻ്റെ റെക്കോർഡിങ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ കൈ കൊടുത്തു. 6 മാസമായി ഇപ്പോൾ. അത് അവിടെ അതെ, ഇപ്പോഴും വിളിക്കുമ്പോൾ നമ്മൾ പറയും, നമ്മൾ മെൻ്റൽ മാസ്റ്റർബേഷൻ എന്ന് പറയത്തില്ല, നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ പുളകം കൊള്ളും പറഞ്ഞു നടക്കത്തില്ല. ഇൻഡിപെൻഡന്റ് ട്രാക്കുകൾ കുറേ ഉണ്ട്, എല്ലാ ആർട്ടിസ്റ്റുകളുടെയിലും ഉണ്ട്. ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് ഫീനിക്സ് എന്ന് പറഞ്ഞ ട്രാക്ക്. താങ്ക് യു. ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ട്രാക്ക് ഒന്ന് പാടാം? ഫീനിക്സ് എനിക്ക് ഫീനിക്സ് എൻ്റെ ഭയങ്കര ഇമോഷണലി ഞാൻ കണക്ട് ആയിട്ടുള്ള പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഏത് പോഷനാണ് വേണ്ടത്? അറിവുകൾ അരുളിയ ചാവല്യം ഞാൻ വളർന്നെത്തി കൗമാരം, വളർന്നെത്തി ഭൂമി നേരെ കാലിൻ കീതെ പാതാളം. ഞാൻ വലിച്ചിട്ടതും കുടിച്ചിട്ടതും വലിച്ചിട്ടതും ദുശീലം, വലിച്ചിട്ട് ഞാൻ നശൂലം അത് കഴിച്ചിടുന്നു മൃഷ്ടാനം. മടി പറഞ്ഞിടുമൻ പഞ്ചാംഗം പല വഴിക്കായുധൻ സഞ്ചാരം. വഴികളിലെല്ലാം കളിച്ചോടി പല മതിൽ ചാടി ഞാൻ കിതച്ചോടി. അടവുകളെല്ലാം അകത്താക്കി ഞാൻ വെറും ഒരു ചെമ്മീൻ കരിക്കാടി. ചിറകുകൾ എൻ്റെ തനിച്ചായി അതും തേടി ഞാൻ കടൽ താണ്ടി. അങ്ങനെ പോകുന്ന സാരം ബാക്കി പാടാ. ചിറകിൻ പത്തി തപ്പിപ്പോയി, അറിവിൻ കട്ടി കിട്ടിപ്പോയി, നദി തന്നെ അരികിൽ പറ്റത്തായി, കരതൻ മടിയിൽ മുറ്റത്തായി, നൃത്തം വെച്ചത് തിത്തത്തൈ, ഞാനൊരു മുട്ടൻ വൃക്ഷത്തൈ, അറ്റിട്ടിട്ടും മുട്ടിട്ടായി, പൊട്ടി വളർത്തിയ കുട്ടിത്തൈ, ഫീനിക്സായി പറന്ന് ഞാൻ. ഈ സോങ് ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയ ടൈമിൽ അവിടെ നിന്ന് തിരിച്ച് ഞാൻ കയറി വന്നപ്പോൾ എനിക്ക് ആ ഒരു ഫേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു.
ആളുകൾ എനിക്ക് തോന്നുന്നു മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫേസ് അവർ ഭയങ്കര ഡൗൺ ആവുന്ന സമയം. പക്ഷെ ഞാൻ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്തൊരു ഫേസാണ് അത്. അവിടെയായിരുന്നു എൻ്റെ ഗ്രോത്ത് ഉണ്ടായത്, ഞാൻ മാറിയത്. സോ ഐ തോട്ട് ആ ഫേസ് എനിക്ക് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കണം. അങ്ങനെ ഞാൻ ചെയ്ത സോങ്ങാണ് ഫീനിക്സ്. ഈ ഒരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം വഴിയാണ് പ്രൊമോഷൻസ്, ഈ വീഡിയോൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത്, പാട്ടൊക്കെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് സിനിമയിൽ ചാൻസ് കിട്ടിയതെന്ന് നേരത്തെ അദ്വൈത് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ഞാൻ നമ്മുടെ ഭയങ്കര അപ്ലിഫ്റ്റ് ചെയ്തോ? സംഭവം ഞാൻ വലിയ സിനിമാക്കാരനൊന്നും അല്ല. ഞാനീ മമ്മൂട്ടി മിനി ശ്രീനിവാസനൊന്നും അല്ല. സംഭവം എനിക്ക് വിളിച്ചിട്ട് അവര് തന്നെയാണ്. ഈ സാധനം ഒന്ന് പാടാൻ പറ്റും. ഇപ്പം ഗിർ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങി. ഗിറില് ഡോൺ വിൻസെന്റ് ആയിരുന്നു മ്യൂസിക് പ്രൊഡ്യൂസർ. ഡോൺ ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചൊരു ചെറിയ സാധനമുണ്ട്, അലൻ സീറിന്റെ ക്യാരക്ടർ, ഒരു രസികൻ കഥാപാത്രം, അസല് രസികൻ കഥാപാത്രം. പുള്ളി വരുമ്പോൾ പുള്ളിയുടെ ബാക്കിൽ പ്ലേ ആവുന്നൊരു സാധനമുണ്ട്, തക്ക് 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 തക്ക്. ആ സാധനം പാടാം. അത് പാടി. അപ്പം അത് തിയേറ്ററിൽ കേട്ടപ്പം എനിക്കും ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി. ചെറിയ സാധനം. ഞാൻ പാടാൻ പോയപ്പോൾ ഞാൻ വേറെ ആരെയും കണ്ടില്ല. ഞാൻ എൻ്റെ മ്യൂസിക് പ്രൊഡ്യൂസറിനെ പിന്നെ അവിടെ അസോസിയേറ്റ് ചെയ്തത് 2-3 ആളുകളെ കണ്ടുള്ളൂ. വേറെ ആരെയും ഞാൻ കണ്ടില്ല. പക്ഷേ ആട്ടം വാസ് എ ബിഗ് ടേൺ. ആട്ടത്തിന് ഞാൻ പോയപ്പം കുറേ ആളുകളെ കണ്ടു, കുറേ ആളുകളെ പരിചയപ്പെട്ടു. ആട്ടത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കുറേ വർക്കുകൾ എനിക്ക് വന്നു. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ലൈക്ക് സാധനം ഉണ്ടെങ്കിൽ, ഞാൻ പറയാം, സ്റ്റഫ് ഉണ്ടെങ്കിൽ ആളുകൾ തേടി വരും, സ്റ്റഫ് ഉണ്ടെങ്കിൽ പോലീസുകാരാണെങ്കിലും തേടി വരും. സ്റ്റഫ് ഉള്ളിലുണ്ടാവണം. അതെ. ഈ സിനിമാക്കാരായിട്ട് വർക്ക് ചെയ്ത സമയത്ത് അവിടെ അദ്വൈതിന്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നു ഈ സിനിമയിൽ? ആട്ടം മൂവി ചെയ്ത സമയത്ത് സ്റ്റിൽ ആളുകളൊക്കെ എന്നെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. എൻ്റെ ഒരു സോങ് ഹിറ്റായിട്ടുള്ള ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ഫ്രീ സ്റ്റൈൽ ചെയ്യുന്നത് ഹിറ്റായിട്ടുണ്ട്. ആട്ടത്തിൻ്റെ സോങ് ചെയ്തത് കുറേ ആളുകൾ കേട്ടു. കേട്ടവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രീംസ് ഉള്ളത് കുമ്പളങ്ങിക്ക. 20,000 പേരെ ആ പാട്ട് കേട്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു പ്രോപ്പർ ഫാൻ ബേസ് എന്ന് പറയാനുള്ളൊരു സാധനമില്ല. എൻ്റെ ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ബ്രോ സാധനം കൊള്ളാം ഇനിയും ചെയ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് ഉണ്ട്. സോ ഇവരാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഞാനൊരു എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് അല്ല. ഞാൻ എസ്റ്റാബ്ലിഷ് ആവാൻ ശ്രമിക്കുന്ന ഒരു ബഡിങ് ആർട്ടിസ്റ്റാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് ആയി കഴിയുമ്പോൾ മേ ബി ഈ പറഞ്ഞ സംഭവമൊക്കെ കാണും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ യു ഹാവ് ഓവർ 50,000 ഫോളോവേഴ്സ്. അപ്പോൾ ഈ 50,000 ഫോളോവേഴ്സിലേക്ക് എത്തിയൊരു ഭയങ്കര ഒരു രസമായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് പാട്ടുകൾ ഇറക്കി ഫാൻ ബേസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് ഇപ്പോൾ 50,000 ആയത്. എനിക്ക് ഓർമ്മയുണ്ട് ഒരു തവണ ഞാൻ അദ്വൈതിനെ കോൾ ചെയ്തപ്പോൾ അദ്വൈത് ഇസ് ലൈക്ക് എനിക്കിപ്പോൾ അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഐ ആം വെരി ഹാപ്പി ഫോർ യു ബിക്കോസ് ഐ ആം ജെന്യുവൻലി വെരി ഹാപ്പി ഫോർ യു. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലത്തെ ആളുകൾക്ക് കോണ്ടന്റ് കൊടുക്കണം എന്നുള്ളൊരു പ്രഷർ എപ്പോഴെങ്കിലും ഫീൽ ചെയ്യാറുണ്ട്? അതായത് ഒരു ഫാറ്റീഗ്, ഒരു ക്രിയേറ്റീവ് ഫാറ്റീഗ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യാറുണ്ട്? ഔട്ട് ഓഫ് ദാറ്റ് തിങ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് പ്രോപ്പറായിട്ട് കോണ്ടന്റ് ഇടാറില്ല. ഇറ്റ്സ് എ വെരി അഡിക്റ്റീവ് തിങ്. ഐ തിങ്ക് ഇറ്റ്സ് വെരി അഡിക്റ്റീവ് ദാൻ കൊക്കെയിൻ. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാം നമ്പേഴ്സാണ് കാണിച്ചിരുന്നത്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഒരുപാട് നമ്പേഴ്സ് കാണുമ്പോൾ പെട്ടെന്ന് മഞ്ഞളിച്ചു പോകും. അങ്ങനെ ഒരു സൈക്കോളജി നമുക്കുണ്ട്. എല്ലാ ദിവസവും ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിൽ നല്ല രീതിയിൽ വീഡിയോസ് വൈറലായി. അടുപ്പിച്ച് 1-2-3 വീഡിയോസ് മില്യൺ വ്യൂസ് പോയി. അപ്പോൾ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോഴത്തേക്കും സൈഡിൽ ബട്ടണിൽ ഇങ്ങനെ കാണിക്കുക 100 ലൈക്സ്, 100 ഫോളോ. കാരണം ഒരു മാസം കൊണ്ടാണ് ഈ 50,000 ഫോളോവേഴ്സിലേക്ക് എത്തുന്നത്. ഒരു മാസം കൊണ്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ 2,000-3,000 ഫോളോവേഴ്സ് കയറും. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ തുറന്നു നോക്കുമ്പോഴത്തേക്കും മിനിമം ഒരു 500 ഫോളോവേഴ്സ് എങ്കിലും കയറിയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ തുറന്നു നോക്കിയാലും ഈ നോട്ടിഫിക്കേഷൻ ബാർ ഫുള്ള്, കുറേ എൻക്വയറീസ്, കാര്യങ്ങൾ. അപ്പം ഞാനിത് കണ്ടിട്ട് ഞാൻ തന്നെ കണ്ണു മഞ്ഞളിച്ചു. ദിസ് ഇസ് എ വെരി ന്യൂ തിങ് ഫോർ മീ. എത്ര എക്സ്പോസർ എനിക്ക് ഒരുമിച്ച് കിട്ടുക. സോ ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ഒരുമാതിരിയായിപ്പോയി. പക്ഷെ ഇതിൻ്റെ ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇതില്ലാതാവുമ്പോൾ നമുക്ക് വിഡ്രോയിൽ ഫീൽ ചെയ്യും, ഡിസപ്പോയിൻറ്റഡ് ആവും, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നും. ആൻഡ് ഫോർ ആൻ ആർട്ടിസ്റ്റ്, നമ്മൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ക്രിയേറ്റീവ് ആയിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ
ഹൗ ഡസ് ഇറ്റ് ഫീൽ ഫോർ യു? Yeah. അത് നമ്മളൊരു ദിവസം ക്രിയേറ്റീവ് ജീവിച്ചില്ല. ഇന്ന് ഞാൻ എണീറ്റില്ല. ചില ദിവസം നമ്മൾ എഴുതിത്തള്ളും, ഇന്ന് ഞാൻ ഒന്നും ചെയ്തില്ല, അപ്പൊ ഇന്നത്തെ ദിവസം കണക്കിലില്ല, നാളെയാണ് ശരിക്കും ദിവസം. അതെ, അപ്പൊ അത് ഒരു ബേസിക് ഹ്യൂമൻ സൈക്കോളജിയാണ്. പിന്നെ ഞാൻ പഠിച്ചു, എൻ്റെ അടുത്ത് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പരിചയപ്പെട്ട സമയത്ത് എനിക്കൊരു ചെറിയ പ്രായം തൊട്ട് തന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ സഹവസിക്കാനും ഈ പറയുന്നത് പോലെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെയുള്ള ഇപ്പം കൊണ്ടു നടന്നിട്ടുണ്ട്. കടൽ മച്ചാൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ചേട്ടനെ പോലെ കൊണ്ടു നടന്നിട്ടുണ്ട് പുള്ളി. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് 17 വയസ്സൊക്കെ ഉള്ള സമയത്ത്, 17 വയസ്സ് 16 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പുള്ളി ഇതുപോലെ കൊണ്ടു നടന്ന് ഓരോ സ്ഥലങ്ങളിലും ഉണ്ട്. പുള്ളി ഇനാഗ്രേഷന് പോകുമ്പം കാര്യങ്ങൾക്ക് പോകുമ്പോൾ സോ ഞാൻ കണ്ടിട്ടുണ്ട് ആ ടൈമിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു 10-20 വയസ്സായപ്പോൾ ഈ ഒരു ടൈം ആയപ്പം ഇവരെൻ്റെ അടുത്ത് വിളിച്ച് പല ആളുകളും ബ്ലെസ്ലി ആണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുള്ളൂ. ഞാനും മനസ്സിലാക്കുന്ന ഏതാ, ആർട്ട് മാത്രമല്ല, നമുക്കൊക്കെ ഒരു ലൈഫുണ്ട്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു സാധനം അതാ. നിങ്ങൾ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചാലും, നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും, നമുക്കൊക്കെ ഒരു ലൈഫുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ചുറ്റിപ്പറ്റി നമ്മൾ ജീവിക്കുന്ന കുറേ മൊമെൻറ്റുകളുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ പലപ്പോഴും മറന്നു പോകും. ബിക്കോസ് നമ്മൾ നമ്പേഴ്സിൻ്റെ പുറകെ എപ്പോഴും. ബോബ് മാർലി പറഞ്ഞ പോലെ ഈ നമ്പേഴ്സ് കൂടുതലുണ്ടാക്കി സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്പേഴ്സ് ആർ നെവർ എൻഡിങ്. നിങ്ങൾക്ക് സമാധാനവും കിട്ടത്തില്ല. No, that's what I asked. അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ആർട്ട് മാറ്റി നിർത്തിയിട്ടൊരു ലൈഫ് ഉണ്ടെന്ന് പറയുമ്പോൾ ഫോർ ആൻ ആർട്ടിസ്റ്റ് ആ ആർട്ടാണ് അവരുടെ ലൈഫ്. ഞാൻ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു വരയ്ക്കുന്ന ഒരാൾക്കാണെങ്കിൽ വളരെ സമയമെടുത്ത് പയ്യെ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർക്കാണെങ്കിൽ പയ്യെ ഫോട്ടോ എടുക്കുക, ഒരു ഡാൻസർക്കാണെങ്കിൽ അത് അവർക്ക് വളരെ ഓർഗാനിക് ആയിട്ട് വരുന്നതാണ്. പാട്ടുകാരനും അതുപോലെ തന്നെ. അപ്പോൾ നമുക്കിപ്പം ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന് ഇന്ന ദിവസം കോണ്ടന്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ വരുന്ന സമയത്ത് അപ്പോഴാണ് ശരിക്കും ആ ആർട്ട് നമ്മൾ കൊണ്ടു നടന്നിരുന്ന ആ ഒരു ആർട്ട് നമുക്ക് ജോബായി മാറുന്നത്. ജോബായി മാറുമ്പോഴാണ് നമുക്കതൊരു ആ ഒരു ഫാറ്റീഗ് നമുക്ക് വരുന്നതിൻ്റെ. സോ ഞാൻ അതിനെ പറ്റിയാണ് ചോദിച്ചത്. അത് ചൊക്ലിക്ക് റാപ്പിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ദ ഹോൾ മ്യൂസിക് തിങ്, ഇത് ഇപ്പോൾ സിനിമയിൽ നിന്ന് അവസരങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന് കോണ്ടന്റ് കൊടുക്കണം, അപ്പോൾ അതൊരു ഡെഡ് ലൈൻ വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ക്രിയേറ്റീവ് ബ്ലോക്ക്. സമ്മർദ്ദം ചെലുത്തും തോറും ഞാൻ പെട്ടെന്ന് പണിയെടുക്കും. ഇപ്പം എൻ്റെ അടുത്ത് പറയാം, അടുത്ത മാസം 4-ാം തീയതി ഒരു വർക്ക് തരണം. ഞാൻ കൃത്യസമയത്ത് ഇതൊക്കെ വർക്കൊക്കെ തന്നോളൂ. സാധനം കൊടുക്കും, കറക്റ്റായിട്ട് വരും. ചിലപ്പോൾ ഞാൻ 1-ാം തീയതി വരെ ചുമ്മാ ഇരിക്കും. പക്ഷേ മോസ്റ്റ്ലി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസം 4-ാം തീയതി വർക്ക് തന്നാൽ ഞാൻ ഇന്ന വർക്ക് വരുന്നെങ്കിൽ അടുത്തൊരു 2-3 ദിവസത്തിൽ അല്ലെങ്കിൽ നാളെ തന്നെ അല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് ഇരുന്ന് ആലോചിക്കും എന്ത് ചെയ്യാമെന്ന്. ഒരു 3 ദിവസത്തിൽ ഞാനൊരു സാധനം തുടങ്ങി വയ്ക്കും, ഒരു ഐഡിയ ഫുള്ളി റൈറ്റ് ചെയ്ത് വയ്ക്കും. അടുത്ത ആഴ്ചത്തേക്കാണ് പറയുന്നതെങ്കിൽ ആ ദിവസം ആവുന്നതിൻ്റെ തലേ ദിവസമോ അതിൻ്റെ മുമ്പത്തെ ദിവസമോ ഞാൻ ഇങ്ങനെ ചുമ്മാ ചില്ല് ചെയ്ത് നടക്കും. ടൈം ആവുമ്പോൾ കറക്റ്റ് സാധനം കൊടുക്കും. പ്രഷർ വരുമ്പോൾ ബ്രെയിൻ ഫുള്ള് വർക്ക് ചെയ്യും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു ഭയങ്കര എനർജി ഉണ്ടല്ലോ, അദ്വൈതിൻ്റെ വീഡിയോസ് കാണുമ്പോഴാണെങ്കിലും സംസാരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു എനർജി ഉണ്ട്. ഇതേ എനർജി തന്നെയാണോ ഫ്രണ്ട്സിൻ്റെ അടുത്തും ലൈക്ക് റിയൽ ലൈഫിലും ഇതേ എനർജി കൊടുക്കുന്ന ആളാണോ? വാട്ട് ഡു യു തിങ്ക്? ഐ തിങ്ക് ഞാൻ ഭയങ്കര ഹൈപ്പറാണ്. ചില സമയത്ത് ഞാൻ ഭയങ്കര ലോ ആയിട്ടിരിക്കും. ഞാൻ ഭയങ്കര പീസ്ഫുൾ ആയിട്ടിരുന്നിട്ട് ഞാനിങ്ങനെ ലോക കാര്യങ്ങളെ പറ്റിയൊക്കെ കഴിയാം. 5 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ഫുള്ള് ഞാൻ ഇങ്ങനെ ഇളകി മറിയും. അപ്പോൾ എനിക്കൊന്ന് ഞാൻ ഭയങ്കര ഹൈപ്പറായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ ഒരു എക്സ്റ്റെൻഡ് ഒരു ഹൈപ്പറാണ്. പിന്നെ ചില സമയത്ത് ഞാൻ മിണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ കുറവാണ്, റെയറാണ്. അപ്പോൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. അതായത് അദ്വൈതിന്റെ കയ്യിൽ 3 വാക്ക് കൊടുത്താൽ അവിടെ നിന്ന് ഒരു റാപ്പ് ഇങ്ങോട്ട് തരുന്നു. അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര പോപ്പുലർ ആയി വരുന്നത്. സോ അപ്പോൾ ആ ഒരു ടാസ്ക് തന്നിട്ട് നമുക്ക് ഒരു നല്ലൊരു റാപ്പ് പാടിയിട്ട് ഈ സെഷൻ വൈൻഡ് അപ്പ്. അപ്പോൾ എൻ്റെ 3 ഓപ്ഷൻസ് ഉണ്ട്. എന്താണ് 3 വാക്കുകൾ എഴുതിയിട്ടുള്ള 3 ഓപ്ഷൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. ഇതിൽ ഒരെണ്ണത്തിൽ 3 വാക്കാണോ? അല്ല, ഓരോന്നിലും 3 വാക്കുകളുണ്ട്. ഏത് വേണമെങ്കിലും എടുത്തോളൂ. കറുപ്പ് വെളുപ്പ് വെറുപ്പ്. കറുപ്പ് വെളുപ്പ് വെറുപ്പ്. കറുപ്പ് വെളുപ്പ് വെറുപ്പ്. സോ ഞാനൊരു കാര്യം ചെയ്യാം. ഇത്രയും നാളും ഞാൻ ഈ പറയുന്നത് പോലെ ലൈക്ക് സാധാരണ ബീറ്റ് ഇട്ട പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇത് ഞാനിപ്പം പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഐഡിയ. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെ 100% എൻ്റെ വോക്കലിൽ ഒരു റാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ഞാൻ ശ്രമിച്ചു നോക്കാം. സോ ഫസ്റ്റ് അതിന് റെക്കോർഡ് ചെയ്യണം. നമുക്ക് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പിൾ ചെയ്തിട്ടായിരുന്നു. ഫസ്റ്റ് നമുക്കിത് റെക്കോർഡ് ചെയ്യണം. സോ വോയിസ് റെക്കോർഡർ ഞാൻ തന്നെ എടുത്ത് ഞാൻ തന്നെ പാടിയിട്ടിട്ട് നമുക്ക് കൊടുക്കാം.
അപ്പോൾ ഇതൊരു 23 സെക്കൻഡ് സാധനമാണ്, ഒരു ചെറിയ സാധനം റെക്കോർഡ് ചെയ്തത്. ഓക്കെ. സോ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലേ ചെയ്തിട്ട് പാടാൻ നോക്കാം, ശ്രമിക്കാം. ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നറിയത്തില്ല. ഒന്നെങ്കിൽ ഇത് പ്ലേ ചെയ്യുമ്പോൾ നന്നായിട്ട് വരും, അല്ലെങ്കിൽ ചട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി. ചോക്ലി ഓൺ ദ ബീറ്റ്, കൂടെ അനിശയുണ്ട് കേട്ടോ. ക്യാപ് കട്ട് തന്നെ, ക്യാപ് ഒന്നുമില്ല, നോ ക്യാപ്, സത്യം മാത്രമാണ് പറയുന്നേ. ഇതേണ്ട കറുപ്പ് വെളുപ്പ് വെറുപ്പ് പറഞ്ഞ സത്യഭാമ എവിടേക്ക് പോയി, നല്ല മാളത്തിലും ഒളിച്ചു. ചോക്ലി റാപ്പർ ഉണ്ട്, എന്റെ പേര് മറക്കണ്ട. ചോക്ലി ഫ്രം കരുനാഗപ്പള്ളി. താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ. അപ്പോൾ ഇനി കാണാം.